ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് വീണ്ടും നമ്മളൊരു 5 AM റുട്ടീൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. സമയം ഇപ്പോൾ 5:15 രാവിലെ എഴുന്നേറ്റ് നമ്മളൊക്കെ ഒന്ന് റെഡിയായി കിച്ചണിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണല്ലേ. തിങ്കളാഴ്ച ദിവസങ്ങളിൽ പൊതുവേ എല്ലാവർക്കും സ്കൂൾ കുട്ടികളെ പോലെ തന്നെ മടിയാണ്. എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ അവധിയൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വലിയ ഉഷാറൊന്നുമില്ല. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചു. അത് കഴിഞ്ഞ് കുക്കറിൽ ഇടാനുള്ള ഐറ്റംസൊക്കെ കുക്കറിൽ വേവിക്കാനൊക്കെ വെച്ച ശേഷം സമയം ഒരു 5:30 ആയപ്പോഴാണ് ഞാൻ പ്രയറിനായിട്ട് ഇരിക്കാറുള്ളത്. അപ്പോൾ ഒരു 15 മിനിറ്റാണ് പ്രയറിൻ്റെ ടൈം. ഞാൻ ചില ദിവസങ്ങളിൽ 15 മിനിറ്റ് മുൻപ് കഴിയും, ചില സമയം കൃത്യം 15 മിനിറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 5:45 ആകുമ്പോഴാണ് പിന്നെ ഞാൻ കുക്കിങ്ങിനൊക്കെ ആയിട്ട് കിച്ചണിലോട്ട് വരാം. അപ്പോൾ നമ്മൾ പോകുമ്പോൾ കുക്കറിൽ ചോറ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വിസിലടിച്ചപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പയർ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെന്തിട്ടുണ്ട്, പക്ഷേ കുറച്ചും കൂടി ആവണമായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നും കൂടി അതവിടെ വെച്ചിട്ട് ഞാൻ ഉച്ചയ്ക്കുള്ള ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കേണ്ടതും അതൊക്കെ ചെയ്യാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് നമ്മൾ ഉലുവയുടെ ഇല വെച്ചിട്ടുള്ള ഉപ്പേരിയും പിന്നെ ഉണക്കപ്പയർ വെച്ചുള്ള കറിയാണ് ഉണ്ടാക്കണേ. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ വെള്ളയപ്പവും മുട്ടക്കറിയാണ് ഉണ്ടാക്കണേ. അപ്പോൾ ഉലുവയുടെ ഇല ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള നീളത്തിൽ ചോപ്പ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള സവാളയും അതെല്ലാം നമ്മൾ ചോപ്പ് ചെയ്തെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് കറികൾ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉപ്പേരിയാണ് ഉണ്ടാക്കിയെടുക്കണേ. ഇതിനായിട്ട് ഞാനൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് അതിലേക്ക് 2 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് പിന്നെ ഒരു സവാള ചോപ്പ് ചെയ്തതും 2 പച്ചമുളക് എരിവുള്ളതും ചോപ്പ് ചെയ്തും കൂടി ചേർത്ത് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഉലുവയുടെ ഇല ഉണ്ടാക്കിയെടുക്കാനാണ് കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉലുവയുടെ ഇല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ, കാരണം ഇലക്കറികൾ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഉപ്പ് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. ഇനി ഉലുവയുടെ ഇല കൂടി ചേർത്ത് മൂടി വെച്ചിട്ട് അത് വേഗം തന്നെ വേവും. അപ്പോൾ നമുക്കൊന്നത് പകുതി വേവാവട്ടെ. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി ഇളക്കി ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് പകുതി വരെ ഒന്ന് വേവട്ടെ കേട്ടോ. ആ നേരം കൊണ്ട് ഞാനവിടെ ഉണക്കപ്പയറൊന്ന് കാച്ചിയെടുക്കുകയാണ്. ഞാനിന്ന് ഉണക്കപ്പയർ കറി ആക്കിയതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ തലേ ദിവസത്തെ കുറച്ച് മീൻ കറിയും ഇതൊക്കെ ബാക്കി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തീർക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുതിയൊരു കറി വെച്ചാൽ ആ കറി ആരും എടുക്കില്ല, തീരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കറി ആകുമ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ആ മുൻപത്തെ മീൻ കറിയും കൂടി ആകുമ്പോൾ എല്ലാവരും കൂടി അതൊക്കെ എടുത്തൊക്കെ അവസാനിപ്പിക്കും. അപ്പോൾ ബാക്കി ഇങ്ങനെ കറികൾ എനിക്ക് ബാലൻസ് വെക്കുന്നത് ഇഷ്ടമില്ല. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ പിറ്റേ ദിവസം തന്നെ അത് എടുത്ത് അവസാനിപ്പിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാലോ, ബാക്കി കറി വന്ന ഫ്രിഡ്ജിൽ അത് അങ്ങനെ ഇരിക്കുകയുള്ളൂ. ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല കഴിക്കാൻ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കറികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ഈ പയർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ മീൻ കറി ബാക്കിയുള്ളതും എല്ലാം കൂടിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇന്നത്തെ കറികളൊക്കെ ഉണ്ടാക്കി തീരും. അപ്പോൾ ദേ പകുതിയോളം എന്തപ്പോൾ ഞാനിതിലേക്ക് ഉലുവയുടെ തോരനിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് മൂടി വയ്ക്കുക. ആ നേരം കൊണ്ട് നമുക്ക് ഈ നാളികേരം ചേർക്കുമ്പോൾ കയ്പ്പ് കുറച്ച് കുറയും കേട്ടോ. കുറച്ചും കൂടി നന്നായി കയ്പ്പൊക്കെ കുറഞ്ഞ് കുട്ടികളും അടക്കം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു സൂത്രം എന്താണെന്ന് വെച്ചാൽ 3 കോഴിമുട്ട പൊട്ടിച്ച് അതിൽ ഇത്തിരി ഉപ്പ് ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഉലുവയുടെ ഇലയുടെ ആ ഒരു ഉപ്പേരിയുടെ സെൻറ്റർ ഭാഗം ഒന്ന് മാറ്റി അതിൽ ആ കോഴിമുട്ട ഒഴിച്ചു കൊടുത്ത് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഒന്ന് വെന്ത് കഴിയുമ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഈ കോഴിമുട്ട ഒന്ന് മുരിഞ്ഞൊക്കെ റെഡി ആവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കയ്പ്പരസം അറിയില്ല. കുട്ടികളായാൽ പോലും ഈ ഉപ്പേരി കഴിക്കും. ചീരപ്പേരിയൊക്കെ കഴിക്കുന്ന പോലെ അവരത് ഈസി ആയിട്ട് കഴിക്കും. കാരണം ഈ ഒരു കോഴിമുട്ടയുടെ ഫ്ലേവർ അതിലുള്ളതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുള്ളൂ. നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കണേ, അറിയാത്തവർക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വേപ്പില ചേർക്കാത്ത ആവശ്യത്തിന് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ പയർ കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കപ്പയുടെ പീസ് വേവിച്ചത് ചേർക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത് കഴിഞ്ഞ വട്ടം കപ്പ നമ്മൾ കുറച്ചധികം പറിച്ചിട്ടുണ്ടായിരുന്നു, വീട്ടിലുണ്ടായതാണ്. അപ്പോൾ അതിൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു ലേശം. അത് എന്താ ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് ഇതിലൊക്കെ എടുക്കട്ടേന്ന്. കാരണം അപ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് കഴിച്ച് പൊക്കോളൂ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ അത് പിന്നെ വേറെ ഉപ്പേരിയിലും ചേർക്കാനായിട്ട് പറ്റണതല്ല. അപ്പോൾ കുഞ്ഞ് കഷ്ണം. അപ്പോൾ അതുകൊണ്ട് ഞാനിതിൽ ചേർത്ത് അതൊക്കെ ഒന്ന് തിളപ്പിച്ച് ഇനി അത് ഇരുന്ന് കഴിയുമ്പോൾ ഉച്ചയാകുമ്പോഴേക്കും ഒന്ന് ചാറൊക്കെ കട്ടിയാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തിരി ചാറിൽ തന്നെ അങ്ങനെ വെക്കുകയാണ്. അങ്ങനെ സമയം 6:30 ആയിട്ടുള്ളൂ. ഇന്ന് കറി വെക്കൽ ഉച്ചയ്ക്കത്തെ കറി വെക്കൽ വേഗം കഴിഞ്ഞു. കാരണം ഇങ്ങനത്തെ എളുപ്പപ്പണി നമ്മൾ ചെയ്ത കാരണം വേഗം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ദേ മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതിനായിട്ട് ഞാനത് ഒരു പാനിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലൊരു സവാള വലുത് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തു. പിന്നെ വേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി അരച്ചതുണ്ടല്ലോ, അതിൻ്റെ പേസ്റ്റ് ഇങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ട്. അത് 1/2 ടീസ്പൂൺ ചേർത്ത് നന്നായി ഒന്ന് വാടി വന്ന ശേഷം അതിലേക്ക് ഒരു തക്കാളിയും കൂടി ചേർത്ത് അതും കൂടി നന്നായി സോഫ്റ്റായിട്ട് വെന്ത് കഴിയുമ്പോൾ
നമ്മളതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർക്കണുള്ളൂ. ഇപ്പോൾ ഗരം മസാല നമുക്ക് ലാസ്റ്റ് ചേർക്കാം. പൊടികളൊക്കെ ചേർത്ത് നന്നായി ഇളക്കി അതിൻ്റെ പച്ചമണം പോകുന്ന വരെയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. തക്കാളിയും സവാളയൊക്കെ നന്നായി വഴറ്റി എടുത്തിട്ടാണ് നമ്മൾ മുട്ടക്കറിക്ക് ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ തേങ്ങയുടെ 2ാം പാൽ അരച്ചെടുത്തത് ഒരു 2 കപ്പോളം അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി അതെല്ലാം ഒന്ന് തിളക്കട്ടെ. അത് കഴിയുമ്പോഴേക്കും നമുക്ക് കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ജസ്റ്റ് വരഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ആ ഒരു കോഴിമുട്ടയിലേക്ക് ആ ചാറിൻ്റെ ടേസ്റ്റും ഒക്കെ വന്ന് നല്ല രസമുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കണത്, അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങയുടെ 1ാം പാൽ 1 കപ്പാണ് ചേർക്കണത്. അതും കൂടി ചേർക്കുമ്പോഴാണ് കറിക്ക് നല്ല തിക്നെസ്സും നല്ല ഫ്ലേവറും കിട്ടുക. ഇനി അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല, നമ്മളത് ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് ചൂടായാൽ മാത്രം മതി. അത് കഴിഞ്ഞാൽ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. ഇനി മല്ലിയില ഇടാൻ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക, അധികം ആവേണ്ട, കുറച്ചിട്ട് കൊടുത്ത് അതും കൂടി ഇളക്കിയിട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഞാൻ ഓഫ് ചെയ്യാണ്. കാരണം മല്ലിയില ഒരു പച്ചരസം ഒന്ന് പോകാനാട്ടോ ഞാനൊന്ന് ചൂടാക്കണേ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ സാധാരണ 8 മണിക്കാണ് എൻ്റെ പണികളെല്ലാം കഴിയാറുള്ളത്. പക്ഷേ ഇന്ന് 7 മണിയായിപ്പിക്കും എല്ലാം കഴിഞ്ഞു. കാരണം കറി ഇന്ന് ഉണ്ടാക്കാനുള്ളതൊക്കെ വളരെ എളുപ്പത്തിലുള്ളതായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് ചായ പോയി സ്വസ്ഥമായിട്ടിരുന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും മക്കളൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ഇവിടെ ഒരു 7:15 അടുക്കളയിലേക്ക് വന്നിട്ട് വെള്ളയപ്പം ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. നമുക്കപ്പോൾ 8 മണിയാകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ മതി. അപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ ഇസ പറഞ്ഞു അവൾക്ക് പഠിക്കണം എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന്. അന്നേരം അവളത് നോക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഇഷ്ടമാണ് പാചകം ചെയ്യാനും ഓരോന്നൊക്കെ ഉണ്ടാക്കാൻ അവൾക്ക് അറിയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി പഠിപ്പിച്ചു കൊടുത്താൽ അവൾ അതൊക്കെ തന്നെ ചെയ്യും. പക്ഷേ പലപ്പോഴും ചിലപ്പോൾ സമയമൊന്നും ഉണ്ടാവില്ല തിരക്കിൻ്റെ ഇടയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വെക്കേഷൻ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പഠിക്കാമെന്നൊക്കെ പറഞ്ഞു. എനിക്കാണെന്നുണ്ടെങ്കിൽ തിരക്കിൻ്റെ ഇടയിൽ പാചകം പഠിപ്പിക്കാനൊക്കെ നിൽക്കാനായിട്ട് ക്ഷമയില്ല കേട്ടോ. എനിക്ക് വേഗം എൻ്റെ പണികൾ അവസാനിപ്പിക്കണം. പക്ഷേ ചേട്ടന് ഭയങ്കര ക്ഷമയാണ്, കുട്ടികളിങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ ഭയങ്കര ക്ഷമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ചേട്ടൻ തന്നെ പഠിപ്പിച്ചു കൊടുത്തോ, ഞാൻ ഇവിടെ നിന്ന് കാണട്ടെ നിങ്ങൾ എന്താണ് ചെയ്യണേന്ന്. അങ്ങനെ ഞാൻ ചായയും കുടിച്ച് അവരെന്താ ചെയ്യണമെന്നൊക്കെ ഇവിടെ നോക്കി നിൽക്കാം കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് കുട്ടികൾ ഓരോന്നൊക്കെ ചെയ്യണത് ഇങ്ങനെ കണ്ട് നിൽക്കാനായിട്ട്. അപ്പോൾ അവർ ഈ ആദ്യത്തെ വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ഒരു ഐറ്റം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. നമ്മൾ വിചാരിക്കും ഭയങ്കര ഈസിയാണ്, ഇപ്പോൾ കിട്ടും എന്ന് വെച്ചിട്ട് നമ്മൾ ട്രൈ ചെയ്ത് തുടങ്ങാം. പക്ഷെ ചെയ്ത് തുടങ്ങുമ്പോഴാണ് മനസ്സിലാവുന്നത് അയ്യോ നമ്മൾ വിചാരിച്ച പോലെ അത്ര ഈസി അല്ലല്ലോ എന്ന്. പക്ഷേ കുറച്ച് നേരം ചെയ്ത് വന്നപ്പോൾ അവൾക്ക് മനസ്സിലായിട്ടോ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. ഇസ ഭക്ഷണം വെക്കുന്ന കണ്ടപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ ശേഷം ഭക്ഷണം വെച്ച ദിവസം ഓർത്ത് കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷമാണ് പാചകം ശരിക്കും പഠിച്ചത്. ആദ്യമൊക്കെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അറിയാമെന്ന് എനിക്ക് കാര്യമായിട്ടൊന്നും അറിയണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ എല്ലാതും പഠിച്ചത്. പഠിച്ചിട്ട് ആദ്യം ഉണ്ടായിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നത് വെള്ളയപ്പവും മുട്ടക്കറിയായിരുന്നു. അന്ന് ഞാനിതുപോലെ തന്നെ മുട്ടക്കറി ഉണ്ടാക്കിയിട്ട് 1 ഫ്ലോപ്പായിരുന്നു. അത് ഞാൻ ഇന്നും ഓർക്കുന്നു. ഞാനൊരു പുസ്തകം കൊണ്ടുപോയിട്ടാണ്, റെസിപ്പി ബുക്ക് ഉണ്ടായിരുന്നു, ഞാൻ വിചാരിച്ച അതിൽ നിന്ന് നോക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാം സെറ്റാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അല്ലാതും ഒരുവിധമൊക്കെ സെറ്റായി. പക്ഷേ ഉപ്പൊക്കെ ഇട്ടത് കൂടിപ്പോയിട്ട് ആകെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ. പിന്നീട് ഓരോ ദിവസവും അവിടെ നിന്നൊരു വാശിയായിരുന്നു പഠിച്ചെടുക്കണമെന്ന്. പിന്നെ പഠിച്ച് നമ്മൾ കുക്കിംഗ് ഏകദേശം ഇത്രത്തോളമായി. പക്ഷേ ഓരോ ദിവസവും നമ്മൾ കുക്കിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവസാനിക്കുന്നില്ല പഠനം. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇപ്പോൾ കുക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെയാവും അല്ലേ, കുക്കിംഗ് പഠിച്ച സമയത്ത് ഓരോ മെമ്മറീസ്. അപ്പോൾ ഈ വെള്ളയപ്പം മുട്ടക്കറി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കരമായില്ലോ, ഇന്ന് ഈ ഒരു ഐറ്റം തന്നെയാണല്ലോ നമ്മളും കഴിക്കണേന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ പണികളൊക്കെ അവർ വെള്ളയപ്പൊക്കെ ഉണ്ടാക്കിയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ കിച്ചണൊക്കെ ക്ലീനാക്കി പാത്രങ്ങളൊക്കെ കഴുകി എല്ലാം സെറ്റാക്കിയൊക്കെ വെച്ച് ഒന്ന് സ്വസ്ഥമായിട്ടാണ് ഇന്ന് പണികൾ ചെയ്യണം. കാരണം ഇന്നെ വേഗം പണി കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പയറുകറിക്ക് നന്ദി. കാരണം പയറുകറി കാരണമാണ് ഞാൻ ഇന്ന് വേഗം പണി കഴിഞ്ഞത്. പിന്നെ കുറച്ച് കറി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഇനി 8 മണിയായപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് മക്കൾ 2 പേരും ക്ലാസ്സിലേക്ക് പോകാനൊക്കെ ആയിട്ട് റെഡിയായി. അവർ 2 പേരും പോയി. അങ്ങനെ സമയപ്പോൾ ഒരു 8:45 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ അങ്ങനെ ജസ്റ്റ് സിറ്റ് ഔട്ടിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഒരു 9:15 വരെയൊക്കെ ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കും, തോട്ടത്തിലൊക്കെ ഒന്ന് നടക്കും. ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമാണ്. അങ്ങനെ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ ടൈമാണ് ഇപ്പോൾ. 9:15 സമയം. ഞാൻ പോയി ആദ്യം തന്നെ വാഷിംഗ് മെഷീനിൽ തുണികൾ അലക്കാനായിട്ട് ഇടുന്നായിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് സമയം അതെല്ലാം ഇട്ടിട്ടാണ് വന്ന് വീട് അടിച്ചു വാരിയിടുന്നത്. ഒരു അരമണിക്കൂർ സമയം മാക്സിമം മതി. ഞാൻ എല്ലാ സമയവും കുറച്ച് കൂട്ടി പറയുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ സ്ലോ ആയിട്ട് ചെയ്യുന്നവർക്ക് അത് കുറച്ചുകൂടി ഈസി ആയിക്കോട്ടെ വെച്ചിട്ടാണ്. വേഗം തീർക്കുന്നവർക്ക് ഓക്കെ. പിന്നെ ഞാൻ വീഡിയോയും കൂടി പിടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടൈം എനിക്ക് വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് കണക്കൂട്ടിയിട്ടൊരു ആവറേജ് ടൈമാണ് പറയുന്നത്. ഒരു 30 മിനിറ്റ് കൊണ്ട് നമ്മൾ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കുന്ന ഐറ്റംസൊക്കെ ഒന്ന് എടുത്ത് വെക്കുക. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് ഐറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ചിലപ്പോൾ അരമണിക്കൂർ കൊണ്ട് കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ പതുക്കെ കുഞ്ഞുങ്ങൾ വലുതാവുന്നതനുസരിച്ച് ചെയ്യേണ്ട
ജോലികൾ നമുക്ക് കുറഞ്ഞ് വരും കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ ഒതുക്കി വെച്ച ശേഷം വീട് മുഴുവനായിട്ടും ഞാൻ അടിച്ചു വാരി ഇടാനായിട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ ഡേ തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല ഒരു മടിയും ഒരു എനർജിയും ഒന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഇന്നത്തെ ഡേ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് വരും തോറും നമുക്ക് ആ എനർജി തിരിച്ചു വരും. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ്. നമ്മൾ എല്ലാ ദിവസവും കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ അടുത്ത ദിവസം നമുക്ക് ആ ഒരു എനർജി ഉണ്ടാവും. ഒരു ദിവസം നമ്മൾ മടി പിടിച്ചു, പിറ്റേ ദിവസം മടി പിടിച്ചാൽ പിന്നെ പിറ്റേ ദിവസം ഒക്കെ നമുക്ക് മടിയായിരിക്കും ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മളൊരു പ്ലാൻ തീരുമാനിച്ച് നമ്മളത് കറക്റ്റ് ചെയ്ത് അങ്ങനെ നിർത്താണ്ട് പോവുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇടയിലൊരു സ്റ്റക്ക് വരുമ്പോൾ പ്രശ്നമായി. അതാണ് സാറ്റർഡേ സൺഡേ വരുമ്പോൾ എനിക്കും പറ്റണത്. സാറ്റർഡേ സൺഡേ തീരെ റുട്ടീൻ ഇല്ലാണ്ട് ഇങ്ങനെ തോന്നിയ പോലെ നടന്നിട്ട് പിന്നെ തിങ്കളാഴ്ച വരുമ്പോൾ ഒരു മടി എല്ലാവർക്കും ഉണ്ടാവും. കുട്ടികൾക്ക് അടക്കം അങ്ങനെയല്ലേ, നമ്മളും അങ്ങനെ തന്നെയല്ലേ, നമ്മളൊരു കുട്ടി തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ വീടിൻ്റെ ഓരോ ഏരിയയും അടിച്ചൊക്കെ സെറ്റാക്കി കൊണ്ടുവരാണ്. അങ്ങനെ സാറ്റർഡേ ദിവസം റൂം അടിച്ച് വാരൽ വേഗം കഴിഞ്ഞു കേട്ടോ. അവിടെ സ്റ്റഡി ടേബിൾ ഇടാത്ത കാരണം ഇനി ആ സ്റ്റഡി ടേബിൾ അവിടെ തിരിച്ചു കൊണ്ട് വെക്കാൻ കേട്ടോ. ഞാനതൊന്ന് മാറ്റിയിട്ട് പിന്നെ അങ്ങോട്ട് തിരിച്ചു കൊണ്ട് വെച്ചില്ല എന്നുള്ളതാണ് ഒരു മടി. അതങ്ങോട്ട് എടുത്തുകൊണ്ട് ഇടാൻ എന്തായാലും അതിനെ അവർക്ക് വെച്ച് കൊടുക്കണം. കാരണം അവർക്ക് പഠിക്കാനിരിക്കാനായിട്ട് ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. അവർ ഞാനും കൂടി ഡൈനിങ് ടേബിളും ഇരുന്നിട്ട് ഇപ്പോൾ പഠിക്കാതിരിക്കുന്നത്. കാരണം ടേബിൾ എടുത്ത് മാറ്റിയ ശേഷം ഇനി ലാസ്റ്റ് ഞാൻ കിച്ചണിലൊന്ന് അടിച്ച് വാരാണ്. അപ്പോൾ കിച്ചണിൽ കുറച്ച് പൊടി ഉണ്ടെന്ന് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ പറമ്പിൽ നിന്ന് കുറച്ച് ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ട് അത് കിച്ചണിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ അവിടെയൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ വീണു. അപ്പോൾ പറമ്പിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പച്ചൻ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കിച്ചണിൽ കൊണ്ടൊക്കെ വെക്കും. അപ്പോൾ പിന്നെ പറമ്പിലെ പണികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കിച്ചണിലേക്കൂടെ ഈ വഴി കൂടെ പോകുമ്പോൾ അവിടെയൊക്കെ പൊടിയാവും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ എത്ര തന്നെ അടിച്ചു തുടച്ചാലും പിന്നെയും അവിടെയൊക്കെ പൊടി ഉണ്ടാവും. കാരണം നമ്മൾ പുറത്തുനിന്ന് അകത്തേക്ക് കയറുമ്പോഴൊക്കെ. അപ്പോൾ ഞാനത് കഴിഞ്ഞതേ ഫ്ലോറൊന്ന് ജസ്റ്റ് ഇങ്ങനെ തുടക്കുകയാണ്. ഈ ഒരു മോപ്പ് ഞാൻ അവിടെ എപ്പോഴും വെക്കും. കാരണം ഇടയ്ക്കിടയ്ക്കേ തുടക്കേണ്ടി വരും. പിന്നെ ബ്ലാക്ക് കളർ ഫ്ലോർ ആയതുകൊണ്ട് തന്നെ പൊടി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ തുടച്ചിട്ടാലോ നല്ല ഭംഗിയാണ്, പക്ഷേ പൊടി പിടിച്ചാലോ അതും രസമില്ലല്ലോ. അപ്പോൾ ഇനി എനിക്ക് ക്ലീൻ ചെയ്യാനുള്ളത് എൻ്റെ റൂമൊന്ന് അടിച്ച് വാരിയിടണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഡൈനിങ് ടേബിൾ ഇതേ ഒന്ന് തുടച്ചിടണം. അപ്പോൾ നമ്മൾ ഷീറ്റ് വിരിച്ചിട്ടുള്ള ദിവസമാണെങ്കിൽ കുഴപ്പമില്ല, ഷീറ്റ് മാറ്റിയേക്കണോണ്ട് ഇവിടെ ഒന്ന് തുടയ്ക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചെയ്യണം. ബെഡ്റൂമിൽ ഇന്ന് ഞാൻ എക്സ്ട്രീ ആയിട്ട് സാധാരണ അടിച്ച് വാരൽ മാത്രമേ ചെയ്യാറുള്ളൂ. ജനാലമയുള്ള മാറാലേക്ക് ഒന്ന് തട്ടിക്കളയുന്നുണ്ട്. കാരണം ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ആ ദിവസം കാത്തിരുന്ന് കഴിഞ്ഞാൽ കുറേ പൊടിയാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഓരോ ദിവസം തന്നെ ചെയ്യുകയാണ് കേട്ടോ. ഇപ്പോൾ ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞിട്ടൊരു ദിവസം വെച്ചിട്ട് കുറേ ആ ഒരു ടൈം ചിലപ്പോൾ കിട്ടണില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫ്രീ കിട്ടുന്ന സമയത്ത് ചെറുതായിട്ടൊക്കെ ഒന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ട് ആ റൂമൊന്ന് അടിച്ച് വാരിയിട്ടാൽ ആ ഒരു പണി കംപ്ലീറ്റ് ആയില്ലോ. അപ്പോൾ ഞാൻ സാധാരണ ഇപ്പോൾ ഒരു റൂം ഡീപ്പ് ക്ലീൻ ചെയ്യുക എനിക്ക് നല്ലതായിട്ട് ഫ്രീ ഉള്ളൊരു ദിവസം, എനിക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നുന്ന ദിവസമാണ് ഞാൻ ചെയ്യല്. അത് ഇന്ന ദിവസം ഞാൻ ചെയ്തിരിക്കുന്നതൊക്കെ തീരുമാനിച്ചാലൊന്നും കാര്യമൊന്നുമില്ല. ആ ദിവസം ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംഭവിക്കും. പിന്നെ ചിലപ്പോൾ നമുക്ക് അത് വേറെ ഒരു ദിവസമാണെങ്കിൽ നമുക്ക് മടി തോന്നും, അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ് ക്ലീനിങ് ചെയ്യാൻ തോന്നുന്ന ദിവസം ഞാൻ വേഗം ആ ദിവസം ഡീപ്പ് ക്ലീൻ ചെയ്യും. മാസത്തിലൊരിക്കൽ ചെയ്യും. അത് ഏത് ദിവസമാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അടിച്ച് വാരൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ തുണികൾ വാഷ് ചെയ്യാനിട്ടിട്ടുണ്ടായിരുന്നത് കൊണ്ടിടണം. അപ്പോൾ അതും കൂടി പോയിട്ട് ചെയ്യട്ടെ. പിന്നെ നമ്മൾ മെഷീനിൽ തുണികൾ അലക്കുന്ന സമയത്ത് ഒരു ലോഡ് അതിനുള്ളൊരു തുണി ആകുമ്പോൾ അലക്കുമ്പോഴാണ് നല്ലത്. നമ്മൾ ഒത്തിരി തുണിയായിട്ട് അലക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാറിയാണ് ഒരു ദിവസം അലക്കാറുള്ളത്. അപ്പോൾ വലിയവരുടെ തുണി ഒരു ദിവസത്തിലിടും. അതുപോലെ തന്നെ കുട്ടികളുടെ തുണിയാണെങ്കിൽ അത് വേറെ ഒരുമിച്ചൊരു ലോഡായിട്ടാണ് ഇടുക. പിന്നെ ബെഡ്ഷീറ്റ്സും ടവൽസും അത് ഒരു ലോഡായിട്ട് ഇടും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുക. അല്ലാതെ എല്ലാവരുടെയും തുണി ഒരുമിച്ച് മിക്സ് ചെയ്തിടുന്ന രീതിയില്ല. അപ്പോൾ എനിക്ക് മടക്കി വയ്ക്കാനും ഒക്കെ ഈസി അതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അലക്കിയ തുണികളും കൂടി ഇട്ട് കഴിഞ്ഞോടുകൂടി നമ്മുടെ ഈ ഒരു ക്ലീനിങ് പരിപാടി എല്ലാം കഴിഞ്ഞു. സമയം 10:15 കഴിഞ്ഞു. അപ്പം ഞാൻ കുറച്ച് ഗരം മസാല നമ്മൾ പൊടിക്കാനായിട്ട് അത് വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എടുത്തിട്ട് വേഗം പൊടിക്കാമെന്ന് വിചാരിച്ചു. 2 ദിവസമായി അത് വെയിലത്ത് വെച്ചിട്ട്. അപ്പോൾ ഇനി ഇന്ന് എന്തായാലും പൊടിക്കാം. മിക്സിയിൽ തന്നെയാണ് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മുഴുവൻ മസാലകളെല്ലാം തന്നെ കടയിൽ നിന്ന് വാങ്ങിയിട്ട് അത് ഇങ്ങനെ നമ്മൾ വെയിലത്ത് വെച്ച് നന്നായി ഉണക്കി പൊടിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്. എപ്പോഴും വീട്ടിൽ തന്നെ നമ്മൾ പൊടിച്ചെടുക്കണേ. പെരിഞ്ജീരകം കൂടുതലും ബാക്കിയുള്ള ഐറ്റംസൊക്കെ അതിൻ്റെ ഒരു അളവിനാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ മിക്സിയിൽ പൊടിക്കുമ്പോൾ അത് നമ്മൾ മുഴുവൻ ഇങ്ങനെ ജസ്റ്റ് വെറുതെ ഇങ്ങനെ കോരിയിട്ടല്ലേ പൊടിച്ചത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് ഇങ്ങനെ കവറിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിലാണ് എപ്പോഴും മസാലപ്പൊടികളും അതുപോലെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ എല്ലാം സൂക്ഷിക്കുന്നത്. കാരണം പ്രാണികൾ വരില്ല, അതിൻ്റെ ഫ്രഷ്നെസ് പോവില്ല, നല്ല അതുപോലെ തന്നെ കിട്ടും, സ്മെല്ലൊന്നും പോവാതെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ പാക്കറ്റിലാക്കിയിട്ട് ഫ്രിഡ്ജിലാണ് പണ്ട് മുതൽക്കേ വെക്കാറുള്ളത്. അപ്പോൾ അത് ഒരു കുഴപ്പമൊന്നും ഇല്ലാണ്ട് കിട്ടാറുണ്ട്. സാമ്പാർ പൊടി അതിലൊക്കെ കേട്ടോ. അപ്പം അങ്ങനെ സമയം 10:30 മണിയായി. ഞാനിനി ഇതേ ഫ്രഷായി നമ്മുടെ വർക്കിന് വേണ്ടിയിട്ട് ഇരിക്കാൻ പോണ സമയമാണ്. പക്ഷെ ഇപ്പം ഞാൻ ഇന്നൊരു
അരമണിക്കൂറൊന്ന് എനിക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങളൊന്ന് ചെയ്യാമെന്ന് മാറ്റി വെക്കുന്നുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് ഒരു മനസ്സിലൊരു തോന്നൽ. അപ്പോൾ ഞാനൊരു ഫേസ് പാക്കും അതുപോലെ തന്നെ മുടിയും ഒരു ഹെയർ പാക്കും അപ്ലൈ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഏതാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറയണില്ല, കാരണം ഞാൻ അങ്ങനെ സ്കിൻ കെയർ പ്രൊഡക്ട്സിനെ കുറിച്ചിട്ടൊന്നും റെക്കമെൻഡേഷൻസ് തരാറില്ല. പണ്ടൊക്കെ ഞാൻ പറയാറുണ്ട്, ഇപ്പം ഞാൻ അങ്ങനെ പറയാറില്ല. കാരണം എൻ്റെ സ്കിന്നിന് പറ്റണതാവില്ല നിനക്ക് പറ്റുക, അതുപോലെ തന്നെ എൻ്റെ തലമുടിയിൽ ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യണത് നിങ്ങൾക്ക് പറ്റണമെന്നില്ല. അപ്പോൾ ഞാനത് പറഞ്ഞാൽ നന്നാവില്ല എന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ പാക്കോ ഫേസ് പാക്കോ ഒക്കെ നിങ്ങൾ ഒന്ന് അപ്ലൈ ചെയ്ത് ഒരു ദിവസമെങ്കിലും ഒരു അരമണിക്കൂർ സമയം നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാൻ നമുക്ക് പറ്റും. അരമണിക്കൂർ ഫോൺ നോക്കിയിരിക്കാറില്ലേ, ആ ഫോൺ നോക്കിയിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എളുപ്പത്തിൽ എൻ്റെ പണിയും കഴിയും. നമ്മൾക്ക് മടി ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ചെയ്യാട്ടോ. ഒരു ബക്കറ്റിൽ നേരിയ ചൂടുവെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് സോപ്പ് ഒന്ന് പതപ്പിച്ചിട്ട് അത് ചേർക്കുക. ഇല്ലെങ്കിൽ ബോഡി വാഷ് കുറച്ച് ചേർത്തൊരു പത ഉണ്ടാക്കിയിട്ട് കാല് അതിൽ ഇറക്കി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ കാല് നന്നായി ഉരച്ച് വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ കാല് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. അങ്ങനെ സമയം ഇപ്പോൾ ഒരു 11:15 ഞാൻ സാധാരണ ഒരു 10:30 ആകുമ്പോഴേക്കൊക്കെ നമ്മുടെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് വീഡിയോയുടെ പണികൾക്കൊക്കെ ഇരിക്കുന്നതാണ്. പക്ഷെ ഇന്ന് ലേറ്റായി. അപ്പോൾ ഇന്ന് ഞാനൊരു കാര്യം കൂടി ചെയ്യാനായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ ബെഡ്ഷീറ്റ് മാറ്റേണ്ട ദിവസമാണ്. അപ്പോൾ ബെഡ്ഷീറ്റും കൂടി വേഗം ബെഡ്ഷീറ്റ് മാറ്റാൻ ആകെ എടുത്ത സമയം എത്രയാണെന്നറിയോ? ഒരു 3 മിനിറ്റ് സമയം എടുക്കുള്ളൂ കേട്ടോ. പല കാര്യങ്ങളും നമ്മൾ സമയം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ കുറച്ച് സമയം മതി. പലപ്പോഴും മടി കാരണം നമുക്ക് തോന്നുകയാണ് അത് ഭയങ്കര സമയം എടുക്കണ പണിയാണെന്ന്. ഞാനിങ്ങനെ ഓരോ ജോലി ചെയ്യുമ്പോൾ ഇപ്പോൾ സമയം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളോട് പറയേണ്ട കാരണം ഞാൻ അങ്ങനെ കൂട്ടി നോക്കണം, അല്ലെങ്കിൽ നോക്കാറില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കണത് ഇത്ര കുറച്ച് സമയം മതിയോ ഇതിന് വേണ്ടിയിട്ടെന്ന് തോന്നണേ. അപ്പം അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് റൂമൊക്കെ നല്ല ക്ലീനായി. അപ്പോൾ നോക്കിയപ്പോഴാണ് കുറച്ച് തുണി മടക്കാനായിട്ട് മുകളിൽ നിന്ന് ഞാൻ കൊണ്ടവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മടക്കാൻ മറന്നു പോയിട്ട് അവിടെ കിടക്കുകയാണ്. അപ്പോൾ അതും കൂടി മടക്കി വെക്കണം. അപ്പോൾ ആ സമയം കൂടി എൻ്റെ നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു 11:30 ആയിട്ടാണ് ഇന്ന് എനിക്ക് എൻ്റെ വീഡിയോയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇരിക്കാൻ തന്നെ പറ്റിയത്. അപ്പോൾ ഇതെല്ലാം മടക്കി വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇരിക്കാമെന്ന്. കാരണം അല്ലെങ്കിൽ ഇത് ഇവിടെ ഇങ്ങനെ കിടക്കും മടക്കാതെ. കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മടക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനത് വേഗം തന്നെ മടക്കാണ്. മടക്കണ നേരത്തെ ഞാൻ എന്തെങ്കിലും ഫോണിൽ വല്ല വീഡിയോ ഓണാക്കി വെക്കും കേട്ടോ. അപ്പോൾ അത് കേൾക്കുകയും ചെയ്യാം മടക്കുകയും ചെയ്യാം. കാരണം എനിക്കിത് തീരെ ഇഷ്ടമില്ലാത്തൊരു പണിയാണ്. ഞാൻ തുണിയൊന്നും തിരിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ, അങ്ങനെ തന്നെ വെച്ചിട്ട് മടക്കാണ്. കാരണം മടി കൊണ്ടേ ഇടുന്ന നേരത്തെ തിരിക്കാം, അത്രയ്ക്കേ ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും അതെല്ലാം മടക്കിയൊക്കെ വെക്കുകയാണ്. നമ്മുടെ വീട്ടിലില്ലേ എവിടെ തിരിഞ്ഞാലും പണി ഒഴിഞ്ഞിട്ടുള്ള നേരമില്ല. പക്ഷേ അർജൻറ്റായിട്ടുള്ള പണികൾ മാത്രമാണ് ഞാൻ പെട്ടെന്ന് ചെയ്ത് തീർക്കാറുള്ളൂ. ബാക്കിയുള്ള പണീനെ കുറിച്ച് വലിയ ആലോചനയൊന്നുമില്ല. അങ്ങനെ സമയം 11:30 മണിയായി. ഇനി ഞാൻ എന്തായാലും ഇതിനിരിക്കട്ടെ, അല്ലെങ്കിൽ ഇന്ന് എൻ്റെ നേരം പോണതേ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ട പണിയൊക്കെ ഇനി അവിടെ കിടക്കണതൊക്കെ അവിടെ കിടക്കട്ടെ. ഞാൻ എൻ്റെ ഡയറിയൊക്കെ എടുത്ത് വെച്ച് അതിൽ എഴുതിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തി. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കമൻസൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ അതെല്ലാം ഞാൻ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ എൻ്റെ പ്ലാനിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്ത് കഴിഞ്ഞു. അടുത്ത ദിവസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ട് അത് ചെക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഞാനിനി ഒരു 1 മണി വരെ ഇങ്ങനെ ഇരിക്കും നമ്മുടെ പണികളൊക്കെ ആയിട്ട്. 1 മണിയാകുമ്പോഴാണ് പിന്നെ ലഞ്ച് കഴിക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം എൻ്റെ സമയം കുറച്ചധികം പോയ കാരണം തന്നെ ഞാനിന്ന് എക്സ്ട്രാ കുറച്ച് നേരം കൂടി വേഗം ലഞ്ച് കഴിച്ച് വന്നിട്ട് ഇനി വീഡിയോയുടെ കാര്യങ്ങൾക്ക് ഇരിക്കണം. അല്ലെങ്കിൽ ഇത്തിരി നേരം സമാധാനമൊക്കെ ലഞ്ച് കഴിച്ച് TV ഒക്കെ കണ്ടിട്ട് എഴുന്നേറ്റ് വന്നാൽ മതിയായിരുന്നു. പക്ഷെ ഇന്ന് അത് നടക്കില്ല, ഇന്ന് വേഗം വരണം. അങ്ങനെ 1 മണിയായി പിന്നെ ലഞ്ച് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. 1:30-ക്കുള്ളിൽ ലഞ്ചെല്ലാം അവസാനിപ്പിച്ച് ഇവിടുന്ന് ഞാൻ പോകണം. അപ്പോൾ ലഞ്ചിന് നമ്മൾ ചോറും ഉലുവയുടെ ഇല വെച്ചിട്ടുള്ള ഉപ്പേരിയും പിന്നെ പയറുകറിയും അച്ചാറും കൂടി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നേ. ഞാനിത് ഈ സിനിമ ഒരെണ്ണം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞിട്ടൊരു മൂവി കാണുന്നുണ്ടായിരുന്നു, നമ്മുടെ രാം ചരണൊക്കെ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പടം കുറച്ച് കണ്ടു. പിന്നെ ഞാൻ ഫുൾ കാണാനൊന്നും ഇരുന്നില്ല. എണീറ്റ് വന്നിട്ട് ഇരുന്നത് നമ്മുടെ വീഡിയോയുടെ പണികൾ ബാക്കിയൊക്കെ ചെയ്ത് തീർക്കുകയാണ്. ഈ സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല ഉറക്കം വരണ സമയമാണ് കേട്ടോ. പക്ഷെ എന്നാലും ഉറക്കം വരുന്നിട്ട് കാര്യമില്ല, നമുക്കിത് ചെയ്ത് തീർക്കണം. അപ്പോൾ അതിനായിട്ട് ഇരിക്കുകയാണ്. ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ പീരീഡ്, അതായത് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് സോഷ്യൽ സയൻസ് അങ്ങനെയാണെങ്കിലേ ഉറക്കം വരും ശരിക്കും പറഞ്ഞാൽ. അതുപോലത്തെ ഒരു ഫീലിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ അന്നേരം അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മൺഡേ മോട്ടിവേഷൻ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ മൺഡേ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.